ഹലോ സ്റ്റുഡൻസ്, പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മുൻകാല വർഷങ്ങളിൽ നീറ്റ് എക്സാമിന് APMT എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം എടുക്കുന്നത് 2018 നീറ്റ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ദി ബോണ്ട് ഡിസോസിയേഷൻ എനർജീസ് ഓഫ് x2, y2 and xy are in the ratio of 1:0.5:1. Okay. Delta H for the formation of xy is minus 200 kilojoule per mole. The bond dissociation energy of x2 will be. നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? x2വിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നിട്ടുള്ള വാല്യൂസ് ഇവിടെ എഴുതാം. നമുക്ക് തന്നിട്ടുള്ളൊരു വാല്യൂ ആണ് ഡെൽറ്റ എച്ച് ഓഫ് എക്സ് വൈ. ഡെൽറ്റ എച്ച് ഓഫ് എക്സ് വൈ എത്ര തന്നിട്ടുള്ളത്? -200 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം x2, y2, xy ഇവരുൾപ്പെടുന്നൊരു റിയാക്ഷൻ ഞാൻ എഴുതുകയാണ്. അതായത് x2 + y2 gives 2xy. ഇതാണ് യഥാർത്ഥ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ x2 എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? x2 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ എ എന്ന് എടുക്കുകയാണ്. സപ്പോസ് ഞാൻ ജസ്റ്റ് എ എന്ന് എടുക്കുകയാണ്. y2 എത്രയാണ്? 0.5 ആണ്. അതായത് a/2. ഓക്കെ, അതുപോലെ xy എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? xy 1 ആണ്. സോ ഞാൻ എ ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ 2 മോളിക്യൂൾസ് xy ഉണ്ട്. സോ ഞാൻ എന്ത് എഴുതി? ഞാൻ 2 മോളിക്യൂൾസ് എ എന്നെഴുതി. ഓക്കെ, ഇനി ഞാൻ ഡെൽറ്റ എച്ചിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. നമുക്കറിയാം ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് പ്രൊഡക്ട്സ് ആണ്. ഇവിടെ പ്രൊഡക്റ്റ് ആരാണ്? റിയാക്റ്റൻ്റ് ആരാണ്? x2, y2 ഇവരാണ് റിയാക്റ്റൻ്റ്. പ്രൊഡക്റ്റ് ആരാണ്? xy. ഓക്കെ, സോ ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറഞ്ഞാൽ a+a/2 മൈനസ് പ്രൊഡക്റ്റിൻ്റെ ഡിസോസിയേഷൻ എനർജി എന്ന് പറഞ്ഞാൽ 2a -2a. സോ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 2a + a 3a/2 2a + a 3a/2 -2a. ഓക്കെ, അതായത് a/2 എന്ന് കിട്ടും. ശരിയല്ലേ? ഇവിടെ വേറൊരു കാര്യമുള്ളത്, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഡെൽറ്റ എച്ച് ഓഫ് എക്സ് വൈ എത്രയാണ്? -200 ആണ്. സോ 1 മോൾ ഓഫ് എക്സ് വൈ എത്രയാണ്? 1 മോൾ എക്സ് വൈയുടെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് -200 ആണ്. പക്ഷേ ഇവിടെ നമ്മൾ എത്ര മോൾ എടുത്തിട്ടുണ്ട്? 2 മോൾ എടുത്തിട്ടുണ്ട്. അതായത് 2 × -200 എത്രയാണ്? -400. സോ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ എടുക്കുകയാണ്. -400 = എന്താണ്? a/2 ആണ്. ഇവിടെ -a/2 ആയിരിക്കും, കാരണം a/2 ആണ്. സോ ഇവിടെ ആൻസർ എന്താ വരിക? എ എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 × 400 എത്രയാണ്? 800. 2 × 400 എന്ന് പറഞ്ഞാൽ 800. ഓക്കെ, സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി 800 ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഞാൻ അടുത്തതായി തെർമോഡൈനാമിക്സിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം ആദ്യമായിട്ട്. ഫോർ എ ഗിവൻ റിയാക്ഷൻ ഡെൽറ്റ എച്ച് = 35.5 kilojoule per mole and delta is equal to 83 joule per Kelvin per mole. Reaction is spontaneous at ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ എന്താ? ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ഡു നോട്ട് വാരി വിത്ത് ടെമ്പറേച്ചർ. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം മാറ്റി എഴുതുകയാണ്. ഡെൽറ്റ എച്ച് എത്രയാണ് തന്നിട്ടുള്ളത്? 35.5 കിലോജൂൾ പെർ മോൾ. ഓക്കെ, ദെൻ ഡെൽറ്റ എസ് എത്രയാണ് തന്നിട്ടുള്ളത്? 83.6 ജൂളാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ എഴുതുകയാണ്. അതായത് ഡെൽറ്റ ജി = ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്.
ഈ രണ്ട് പേര് ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ എഴുതുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് റിയാക്ഷൻ ഇവിടെ സ്പോണ്ടേനിയസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുക, ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോഴാണ് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുക. നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0, ശരിയല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഡെൽറ്റ ജിയുടെ വാല്യൂ ലെസ് ദാൻ 0 എന്ന് കരുതിയിട്ട് ഞാനിത് വർക്കൗട്ട് ചെയ്യാണ്. സോ ഞാൻ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്, ഇതിൻ്റെ വാല്യൂ എന്താണ്? ലെസ് ദാൻ 0 ആണ്, കാരണം റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ഞാൻ ഈ ടി ഡെൽറ്റ എസിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് എടുക്കുകയാണെങ്കിൽ എന്താവും? ഡെൽറ്റ എച്ച് ലെസ് ദാൻ ടി ഡെൽറ്റ എസ്. ഓക്കെ, ഞാൻ ഈ ഡെൽറ്റ എച്ചിനെയും ഡെൽറ്റ എസിനെയും ഒരുമിച്ച് എടുക്കുക, കാരണം നമുക്ക് രണ്ട് വാല്യൂസും തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഡെൽറ്റ എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ് ഈസ് ലെസ് ദാൻ ടി. ഇവിടെ ഞാൻ തന്നിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതായത് ഡെൽറ്റ എച്ച് എത്രയാണ്? 35.5. ഡെൽറ്റ എസ് എത്രയാണ്? 83.6. പക്ഷേ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം ഡെൽറ്റ എച്ച് തന്നിട്ടുള്ളത് കിലോ ജൂളിലാണ്, എന്നാൽ ഡെൽറ്റ എസ് കിടക്കുന്ന എന്താണ്? ജൂളിലാണ്. സോ നമുക്ക് ഡെൽറ്റ എച്ചിനെ കിലോ ജൂളിൽ നിന്ന് ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് ഞാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, സോ ഇപ്പോൾ ഇത് ജൂളായി, ഇതെന്താണ്? ജൂളാണ്. ലെസ് ദാൻ ടി. ഇവരുടെ വാല്യൂ എത്ര വരിക? ഇവരുടെ വാല്യൂ വരുന്നത് 425 ആയിരിക്കും. 425 ലെസ് ദാൻ ടി. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? 425 ലെസ് ദാൻ ടി എന്ന് പറഞ്ഞാൽ ടി ഗ്രേറ്റർ ദാൻ 425, റൈറ്റ്? സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. എ ഗ്യാസ് ഈസ് അലൗഡ് ടു എക്സ്പാൻഡ് ഇൻ എ വെൽ ഇൻസുലേറ്റഡ് കണ്ടെയ്നർ എഗെയിൻസ്റ്റ് എ കോൺസ്റ്റൻറ്റ് എക്സ്റ്റേണൽ പ്രഷർ. നിങ്ങൾ കോൺസ്റ്റൻറ്റ് എക്സ്റ്റേണൽ പ്രഷർ എന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആയിരിക്കും. എന്താണ്? ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആയിരിക്കും എന്നുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ ദെൻ ഓഫ് 2.5 atm constant external pressure of 2.5 atm from an initial volume 2.5 liter to final volume 4.5 liter. നമുക്ക് എന്താ കാണേണ്ടത്? the change in internal energy delta U of the gas in joules will be. ഓക്കെ, നമുക്ക് തന്ന കാര്യങ്ങൾ ആദ്യം ഇവിടെ എഴുതാം. നമുക്ക് കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? റിയാക്ഷൻ ഇറിവേഴ്സിബിൾ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇവിടെ എക്സ്റ്റേണൽ പ്രഷർ എത്രയാണ് തന്നിട്ടുള്ളത്? പി എക്സ്റ്റേണൽ എത്രയാണ്? 2.5 atm പ്രഷറാണ്. atm ഇതിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, ഇനീഷ്യൽ വോള്യത്തിന് ഞാൻ V1 എന്ന് എഴുതുകയാണ്. എത്രയാണ്? 2.5 ലിറ്റർ ആണ്. V2 എത്രയാണ്? 4.5 ലിറ്റർ ആണ്. ഓക്കെ, ഇവിടെ ഈ പ്രോസസ്സ് ഇറിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. ഈ ടേംസ് എല്ലാം ഉൾപ്പെടുന്ന ഇക്വേഷനാണ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഡെൽറ്റ മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. ഓക്കെ, ഇവിടെ പി എക്സ്റ്റേണൽ എത്രയാണ് തന്നിട്ടുണ്ട്? 2.5. സോ മൈനസ് 2.5 ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ V2 മൈനസ് V1. V2 ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ V2 മൈനസ് V1. V2 എത്രയാണ്? 2.5. 2.5 മൈനസ് 4.5 എത്രയാണ്? 2 അല്ലേ? സോ ഇൻറ്റു 2 ഈക്വൽ ടു മൈനസ് 5. ഇവിടെ നമ്മുടെ യൂണിറ്റ് എന്താണ്? വോള്യൂം ലിറ്ററിലാണ്. സോ ലിറ്റർ. പ്രഷർ atmലാണ്. സോ ലിറ്റർ atm. ഓക്കെ, സോ നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താ? നമുക്ക് ആൻസർ തന്നിട്ടുള്ള ജൂളിലാണ് കിടക്കുന്നത്. നമുക്ക് ജൂളിൽ കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് 1 ലിറ്റർ atm എന്ന് പറഞ്ഞാൽ 101.325 ജൂളാണ്. 1 ലിറ്റർ atm എന്ന് പറഞ്ഞാൽ 101.325 ജൂളാണ്. സോ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. -5 ഇൻറ്റു 101.325.
നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പമാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇയാളെ കുറച്ച് നേരത്തിന് ഒഴിവാക്കാം. നമുക്ക് ജസ്റ്റ് 101നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും നമുക്ക്? 505, റൈറ്റ്. സോ 505ൻ്റെ അടുത്തായിരിക്കും വാല്യൂ കിടക്കുക. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ 505ൻ്റെ അടുത്ത് വാല്യൂ കിടക്കുന്നത് ഏതാണ്? ഇതാണ്. മൈനസ് ആണെന്ന് ഓർക്കണം കേട്ടോ, മൈനസ്. സോ മൈനസ് 506.625. സപ്പോസ് നമ്മൾ 101 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കിട്ടിയത്. നമ്മൾ 101.325 കൊണ്ട് തന്നെ ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കറക്റ്റായിട്ട് ഏത് കിട്ടും? 506.625 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, മൈനസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ദ കറക്റ്റ് തെർമോഡൈനാമിക് കണ്ടീഷൻ ഫോർ സ്പോണ്ടേനിയസ് റിയാക്ഷൻ അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് ഡെൽറ്റ എച്ചും ഡെൽറ്റ എസുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഞാനൊരു ഇക്വേഷൻ എടുക്കുകയാണ്. അതായത് ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു എൻ. ഇത് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത്, ഇതിന് ട്രിക്ക് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞു തരാം. ഡെൽറ്റ എച്ച്, ഡെൽറ്റ എസ്. ഓക്കെ, നമുക്ക് ഡെൽറ്റ എച്ചിനും ഡെൽറ്റ എസിനും വിവിധങ്ങളായിട്ടുള്ള വാല്യൂ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ആദ്യം ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെന്നും ഡെൽറ്റ എസ് നെഗറ്റീവ് ആണെന്നും എടുക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഞാൻ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ എഴുതാം. അതായത് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ശരിയല്ലേ? ഓക്കെ, ഞാൻ ആദ്യം ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എച്ച് നെഗറ്റീവ്. ഓക്കെ, സപ്പോസ് ഇത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്, ഡെൽറ്റ എച്ച് എന്താണ്? നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും, റൈറ്റ്? പോസിറ്റീവ് കിട്ടും. ഈ പോസിറ്റീവും പോസിറ്റീവും എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. സോ നമുക്ക് ഫൈനൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. അത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ അല്ല. ഞാൻ NS എന്ന് കാണിക്കാം. NS എന്ന് പറഞ്ഞാൽ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഓക്കെ, ഇത് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും. ദെൻ ഞാൻ ഓപ്പോസിറ്റ് വാല്യൂ എടുത്താലോ? ഇവിടെ ആദ്യം മൈനസ് എന്ന് എടുത്തു, ദെൻ ഡെൽറ്റ എസ് എന്ന് എടുത്തു, പോസിറ്റീവ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഡെൽറ്റ എസ് എന്താണ്? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസ് എന്താണ്? പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവും നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? റിസൾട്ടിൽ നെഗറ്റീവ് കിട്ടും. നെഗറ്റീവ് എന്താണ്? പോസിറ്റീവ് ആണ്, പക്ഷെ ഓവറോൾ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് റിയാക്ഷൻ ആണ്? സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. ഓക്കെ, ഇത് ഏത് ടെമ്പറേച്ചറിലും, ഓൾ ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചർ എടുത്താലും നമ്മൾ ഈ വാല്യൂസ് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ഓക്കെ, ഞാൻ വേറെ കണ്ടീഷൻ എടുക്കാം. ഇവിടെ ഞാൻ ഡെൽറ്റ എച്ച് രണ്ടും പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണ്. ഇത് രണ്ട് കണ്ടീഷൻ നടക്കാം. ഒന്ന് ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ, രണ്ട് ഹൈ ടെമ്പറേച്ചർ. രണ്ട് കണ്ടീഷനിലും വാല്യൂ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം ലോ ടെമ്പറേച്ചർ എടുക്കാം. ഞാൻ രണ്ടും പോസിറ്റീവ് ആണ്. അതായത് ഡെൽറ്റ എസ് എന്താണ്? ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്, ഡെൽറ്റ എച്ച് എന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. സോ റിസൾട്ട് നെഗറ്റീവ് കിട്ടും. നെഗറ്റീവും പോസിറ്റീവും എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, നെഗറ്റീവും പോസിറ്റീവ് എന്താണ്? നെഗറ്റീവ് ആണ്. പക്ഷേ ഇവിടുത്തെ ടെമ്പറേച്ചറിന്റെ വാല്യൂ ചെറുതാണെങ്കിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ കൂടുതലായിരിക്കും. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഓവറോൾ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഓക്കെ, സോ നെഗറ്റീവ് വാല്യൂ കുറവാണ്, പോസിറ്റീവ് വാല്യൂ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ എന്തായിരിക്കും കിട്ടുക? നമുക്ക് പോസിറ്റീവ് ആയിരിക്കും. അതായത് 5ന്ന് 2 കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 3 അല്ലേ? 3 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, സോ നമുക്ക് കിട്ടുക പോസിറ്റീവ് വാല്യൂ ആണ്. പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ നോൺ സ്പോണ്ടേനിയസ് ആണ്. എന്നാൽ നമ്മുടെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിലോ? സപ്പോസ് രണ്ട് പോസിറ്റീവ് തന്നെയാണ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഫൈനൽ വന്നു, നെഗറ്റീവ് വന്നു. ടി നെഗറ്റീവ് ആണ്, ഡെൽറ്റ എച്ച് എന്താണ്? പോസിറ്റീവ് ആണ്. സപ്പോസ് നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചറിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ എന്താണ്? നെഗറ്റീവ് വാല്യൂ കൂടും, പോസിറ്റീവ് വാല്യൂ കുറയും. ഓക്കെ, സോ നെഗറ്റീവ് വാല്യൂ കൂടുതലായിരിക്കും, ഡെൽറ്റ എച്ചിന്റെ പോസിറ്റീവ് വാല്യൂ കുറവായിരിക്കും. സോ ഹലോ സ്റ്റുഡൻസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് കട്ടായി പോയി. സോ നമ്മൾ ഈ പോയിൻ്റാണ് അവസാനം പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോറി ഫോർ ദാറ്റ്. നമ്മൾ ഇവിടെ എടുക്കുന്നത് ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പോസിറ്റീവ് വാല്യൂ ആയിട്ട് എടുക്കുകയാണ്. അതെന്താ? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറാണ്.
സോ ഞാൻ ഡെൽറ്റ എസ് പോസിറ്റീവായിട്ട് എടുത്തു, ഡെൽറ്റ എച്ച് എന്താണ് പോസിറ്റീവ്, ഡെൽറ്റ എസ് എന്താണ് പോസിറ്റീവ്. ഓക്കെ, സോ ഈ പോസിറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും, മൾട്ടിപ്പിൾ ചെയ്ത് എന്ത് കിട്ടും നമുക്ക്, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുക, ശരിയല്ലേ? ഈ നെഗറ്റീവും പോസിറ്റീവ് എന്താണ്, നെഗറ്റീവാണ്. ഓക്കെ, ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചർ വളരെ കൂടുതലാണെങ്കിൽ, അതായത് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അവിടെയുള്ള നെഗറ്റീവ് വാല്യൂ കൂടും, പോസിറ്റീവ് വാല്യൂ കുറയും. നെഗറ്റീവ് വാല്യൂ കൂടുതലാണെങ്കിൽ നമ്മുടെ ഓവറോൾ സൈൻ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ എന്താണ്, നെഗറ്റീവ് വാല്യൂ കുറവായിരിക്കും, ഓവറോൾ സൈൻ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, റൈറ്റ്? എന്നാൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് സൈൻ വന്നാൽ റിയാക്ഷൻ എന്താണ്, സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മൾ ട്രിക്കാണ് ആക്ച്വലി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരൊറ്റ പോയിന്റോട് നമ്മുടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും അത് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവായിട്ട് എടുക്കുകയാണ്. ഇവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട്, ലോ ടെമ്പറേച്ചർ ആവാം, അതുപോലെ ഹൈ ടെമ്പറേച്ചർ ആവാം. ഓക്കെ, ഞാൻ ഡെൽറ്റ എച്ച് നെഗറ്റീവായിട്ട് എടുത്തു, ഞാൻ വേറെ കളറിൽ കാണിക്കാം. ഓക്കെ, ഞാൻ ഡെൽറ്റ എച്ച് നെഗറ്റീവായിട്ട് എടുത്തു, ഡെൽറ്റ എസും നെഗറ്റീവായിട്ട് എടുത്തു. നെഗറ്റീവിൻ്റെ നെഗറ്റീവ് എന്താണ്, പോസിറ്റീവാണ്. സോ നമ്മുടെ ഓവറോൾ സൈൻ എന്ത് വന്നു, പോസിറ്റീവാണ്. സോ പോസിറ്റീവും നെഗറ്റീവും നെഗറ്റീവാണ്. ഇവിടെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ പോസിറ്റീവ് സൈന് കുറവായിരിക്കും, നെഗറ്റീവ് സൈന് ഡെൽറ്റ എച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഓവറോൾ എന്താ വരിക, ഓവറോൾ സൈന് നെഗറ്റീവ് വാല്യൂ വരിക. നെഗറ്റീവ് വാല്യൂ വന്നാൽ റിയാക്ഷൻ എന്താണ്, സ്പോണ്ടേനിയസാണ്. എന്നാൽ ഇവിടെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിലോ, ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ പോസിറ്റീവ് വാല്യൂ കൂടുതലായിരിക്കും, ഡെൽറ്റ എച്ച് നെഗറ്റീവ് വാല്യൂ കുറവായിരിക്കും. പോസിറ്റീവ് വാല്യൂ കൂടുതലാണെങ്കിൽ ഓവറോൾ സൈൻ എന്താണ്, പോസിറ്റീവാണ്. പോസിറ്റീവ് സൈൻ വന്ന റിയാക്ഷൻ എന്താണ്, നോൺ സ്പോണ്ടേനിയസാണ്. സോ നമുക്ക് മാക്സിമം ചോദിക്കാവുന്ന കണ്ടീഷൻ ഇതൊക്കെ തന്നെയാണ്. അതെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ ചോദിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും മറുപടി തരുന്നതാണ്. ഓക്കെ, സോൾവ് ചെയ്ത് തരുന്നതാണ്. സോ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് the correct thermodynamic condition for spontaneous reaction at all temperature is. ഓക്കെ, അതായത് ഡെൽറ്റ എച്ച് ഡെൽറ്റ എസിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഓൾ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇത് രണ്ടുമായിരിക്കും. ഓക്കെ, ഇവിടെ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആവണമെങ്കിൽ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം, വാല്യൂ നെഗറ്റീവ് എപ്പോഴാണ് കിട്ടുന്നത്, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ, ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവും ആണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഓവറോൾ വാല്യൂ നെഗറ്റീവ് കിട്ടുന്നത്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0, ഡെൽറ്റ എസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0. സോ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. ആക്ച്വലി നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. മാറിപ്പോയതാണ്, കുഴപ്പമില്ല. ഫോർ എ സാമ്പിൾ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് വെൻ ഇറ്റ്സ് പ്രഷർ ഈസ് ചേഞ്ച്ഡ് ഐസോതെർമലിയാണ് ചേഞ്ച് ചെയ്യുന്നത്, ഫ്രം PI to PF ദ എൻട്രോപ്പി ചേഞ്ച് ഈസ് ഗിവൺ ബൈ. ഓക്കെ, സോ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഐസോതെർമൽ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് എൻട്രോപ്പി ചേഞ്ച് അഥവാ ഡെൽറ്റ എസിൻ്റെ ഇക്വേഷൻ എടുക്കാം. ഡെൽറ്റ എസ് എന്ന് പറയുന്നത് NCV/ln T2/T1 പ്ലസ് NR/ln V2/V1. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഏത് കണ്ടീഷൻ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഏതിൻ്റെയും നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഐസോതെർമൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, T2/T1 എന്താണ്, 1 ആയിരിക്കും. ln1 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഈ ഭാഗം 0 ആയിട്ട് പോയി. സോ നമുക്ക് ബാക്കി ഉണ്ടാവും എന്താണ്, ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു NR/ln V2/V1. നമ്മുടെ ആൻസർ ഇതിൻ്റെ ടേമിലാണ് കിടക്കുന്നത്, പ്രഷറിൻ്റെ ടേമിലാണ് കിടക്കുന്നത്. ഇവിടെ PI/PF എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യൽ പ്രഷറും ഫൈനൽ പ്രഷറും. അതായത് നമുക്ക് ഇനി പ്രഷറും വോളിയം തമ്മിലുള്ള റിയാക്ഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ നിയമപ്രകാരം പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. അതായത് പ്രഷർ P1/P2 ആണെങ്കിൽ വോളിയം എന്തായിരിക്കും, V2/V1 ആയിരിക്കും. സോ ഞാൻ എഴുതുകയാണ്, ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു NR/ln V2/V1 എന്ന് പറഞ്ഞാൽ ഞാൻ P1/P2 എന്ന് എഴുതുകയാണ്, P1/P2.
P1 by P2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ പ്രഷർ ബൈ ഫൈനൽ പ്രഷർ, NR/ln PI by PF. നമുക്കിങ്ങനെ ആൻസർ ഉണ്ടോ നോക്കൂ. ഡെൽറ്റ ഇസ് ഈക്വൽ ടു NR/ln PI by PF. നമുക്ക് ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് ഒരു കണ്ടീഷന്. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊന്നുകൂടി പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ നമ്മൾ ഐസോതെർമൽ കണ്ടീഷനല്ല എടുത്തത്. സപ്പോസ് നമ്മുടെ കണ്ടീഷൻ ഐസോകോറിക് ആണെങ്കിൽ, ഐസോകോറിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വോള്യൂം സെയിം ആയിരിക്കും. V1 എന്തിനോട് ഈക്വൽ ആയിരിക്കും? V2 ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഇസ് ഈക്വൽ ടു NCV ln T2 by T1 പ്ലസ് NR ln V2 by V1. ശരിയല്ലേ? സോ V1 ഉം V2 ഈക്വൽ ആണ്. സോ ഞാൻ V1 ഉം V2 ഈക്വൽ ആണെങ്കിൽ ഇവരുടെ വാല്യൂ ഒന്നായിരിക്കും. ln1 എന്താണ്? 0 ആണ്. ഓക്കെ, സോ നമ്മുടെ ഇത് പോയി, ഈ ഭാഗം പോയി. ബാക്കി എന്തുണ്ടാവും നമുക്ക്? ഡെൽറ്റ ഇസ് ഈക്വൽ ടു NCV ln T2 by T1. NCV ln T2 by T1. പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് T2 by T1 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? P2 by P1 ഈക്വൽ ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ഇസ് ഈക്വൽ ടു NCV ln P2 by P1. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് നമ്മുടെ കയ്യിൽ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഏതുവാണെങ്കിലും കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ തെർമോഡൈനാമിക്സിൽ വിവിധങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.